പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെ മോദി ഭക്തനാ? സിന്ധു സൂര്യകുമാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ലേ? ഏഷ്യാനെറ്റ് ചോദ്യം ചോദിച്ചില്ലേ? സിന്ധു സൂര്യകുമാർ ചോദ്യം ചോദിച്ചില്ലേ? എന്താ ശബരിനാഥ് കേട്ടില്ലേ? അതെ, BJP-ക്കാർക്ക് ഫക്രുദ്ദീൻ ചർച്ചയിലുണ്ടെങ്കിൽ ഒരു പണിയില്ല. അത് അഭിലാഷ് മോഹന് മനസ്സിലായി. അപ്പൊ ഞാൻ തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബരിന്റെ പേര് കിട്ടി. ഇതൊക്കെ സ്വാഭാവികം. അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല മോദി ഭക്തി. ഇപ്പൊ മനസ്സിലായല്ലോ. മോഡി ഭക്തി ഒന്നല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് മോഡിക്കെതിരെ പുസ്തകം എഴുതിയാണ് ഇവിടുത്തെ ബെസ്റ്റ് പുസ്തകം ഉണ്ടല്ലോ. അതാണ് ഫക്രുദ്ദീൻ പുസ്തകം എഴുതി. നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങളിൽ നമുക്ക് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് നമുക്കുണ്ടായ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ തനി സ്വഭാവം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് നിഷ്പക്ഷരായി നിന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമല്ലോ. ഞാൻ ലേശം നിഷ്പക്ഷനാണ്, അതുകൊണ്ട് ലേശം പക്ഷം ലേശം നിഷ്പക്ഷം എന്ന് പറഞ്ഞ് പുട്ടിന് പീര പോലെ ഇടുന്ന ശൈലി അവർ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് അറിയാതെ മോദിസ്റ്റായി പോകുന്ന ചില കാഴ്ചകൾ അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ വമ്പൻ ചർച്ച നടക്കുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യക്ഷത്തിലേക്കുള്ള വരവ് ഒരാൾ സാധ്യമാക്കി. കുറേ നാളുകളായി ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പോലും ചാനൽ ചർച്ചയിൽ BJP പ്രതിനിധിക്ക് ഒരു പണിയില്ലാണ്ടാക്കി കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതാരാണെന്ന് അറിയാലോ? ഫക്രുദ്ദീൻ അലി. അഭിലാഷ് മോഹൻ നയിച്ച ചർച്ചയിൽ ശബരിനാഥാണ് ചർച്ചയിൽ പങ്കെടുത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചിരുന്നത്. ശബരിനാഥ് ആഞ്ഞടിക്കുകയാണ്. ആർക്കെതിരെ? നരേന്ദ്രമോദിക്കെതിരെ. ശബരിനാഥിൻ്റെ അടിയൊക്കെ കേട്ട് ഇങ്ങനെ നമ്മുടെ സന്ദീപ് വാര്യർ നിസ്സഹായനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ BJP-ക്കാർ ഇപ്പോൾ എല്ലാ ചാനൽ ചർച്ചയിലും വളരെ നിസ്സഹായരാണ്. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? അപ്പോഴാ ചാടി വീഴുന്ന് ആര്? ഫക്രുദ്ദീൻ അലി. ഫക്രുദ്ദീൻ അലി ശബരിനാഥിനെ റെഡിയാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോലും മോദി ആരടാ പറയാൻ എന്നുള്ള ആംഗിളാണ് മൂപ്പരുടെ ശൈലി. അങ്ങനെ മോദിയെക്കുറിച്ച് ആഞ്ഞടിക്കാൻ വന്ന ശബരിനാഥിന് മുന്നിലേക്ക് ഫക്രുദ്ദീൻ അലി ചാടി വീണു. ശബരിനാഥ് തുടക്കത്തിൽ തന്നെ പ്രധാന വാദമായി ഉന്നയിച്ചത് നരേന്ദ്രമോദിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനമാണ്. ഇതുവരെ ഒരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ സാധാരണ പ്രസ് മീറ്റ് പിന്നെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു സമീപനം അദ്ദേഹം കൈക്കൊണ്ടിട്ടില്ല. സെലക്റ്റഡ് ജേർണലിസ്റ്റുകളെ സെലക്റ്റഡ് ചാനലുകളുടെ ഒക്കെ മുന്നിൽ അവരുടെ ഓഫീസിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള അഭിമുഖങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ വിളിച്ചുകൊണ്ട്, ഏഷ്യാനെറ്റ് സുവർണ അടക്കമുള്ള ചാനലുകളെ വിളിച്ചുകൊണ്ട് നടത്തിയ അഭിമുഖം നമ്മൾ കണ്ടതാണ്. അത് സംബന്ധിച്ച് നമ്മൾ വീഡിയോയും ചെയ്തതാണ്. ഈ കാര്യം കൂടി ഉന്നയിച്ചുകൊണ്ട് ശബരിനാഥ് ഒരു വാദം മുന്നോട്ട് വെച്ചു. ടെലിപ്രോംപ്റ്റർ പോയാൽ തീരുന്ന ഓറട്ടറി സ്കിൽസ് ആണ് മോദിയുടെ. പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെ മോദി ഭക്തനാ? അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഫക്രുദ്ദീൻ മോദി ഭക്തനാണെന്ന് ശബരിനാഥിന് നേരത്തെ മനസ്സിലായല്ലോ. അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം കണ്ട എല്ലാ ഇന്റർവ്യൂവിലും കണ്ടു. ഒന്ന് കൊടുത്തത് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടിവിക്കകത്ത്. അത് അർണബ് ഗോസ്വാമി വിനയം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും നടു നിവർത്തി പോലും ഇന്റർവ്യൂ നടക്കുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ശബരിനാഥെ. ഫക്രുദ്ദീൻ മോദി ഭക്തനൊന്നുമല്ല, പക്ഷേ മോദിക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള ഒരു കുഴപ്പമാണ്. കാരണം മൂപ്പര് നിഷ്പക്ഷനാണ്, നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അതുകൊണ്ട് മോദിയുടെ ഇന്റർവ്യൂകൾ അങ്ങനെ പ്ലാൻഡ് ആണ് എന്നൊന്നും പറയരുത്, അഭിനയമാണ്, ഷൂട്ടിംഗ് ആണ് എന്നൊന്നും പറയരുത്. മോദി നടക്കുമ്പോൾ കൂടെ ഇങ്ങനെ ഒരു കൂടെ ഒരു പട്ടി നടക്കുന്ന കൂടെ സ്നേഹത്തിൽ നടന്ന് വളരെ പരിതാപകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ ടൈംസ് നൗ നാവിക കുമാർ ചോദിക്കുന്ന ചോദ്യമൊക്കെ മോദി ഭക്ഷണം കഴിച്ചോ, മോദി എങ്ങനെ ഓടുന്നു, ഒരു രാഷ്ട്രീയ ചോദ്യം പോലും. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ള കാലഘട്ടമല്ലേ? ഇവിടെ ആളുകളെ വളർത്തുന്നതിൽ ഇല്ലാതാക്കുന്നു. നിങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒറ്റ പൊളിറ്റിക്കൽ ചോദ്യം പോലും ഈ പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ചോദിച്ചു. സിന്ധു സൂര്യകുമാർ ചോദിച്ചില്ലേ? സിന്ധു സൂര്യകുമാർ ചോദിച്ചില്ലേ? ഏഷ്യാനെറ്റ് ചോദ്യം ചോദിച്ചില്ലേ? സിന്ധു സൂര്യകുമാർ ചോദ്യം ചോദിച്ചില്ലേ? എന്താ ശബരിനാഥ് കേട്ടില്ലേ? സിന്ധു സൂര്യകുമാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ലേ? അതെങ്ങനെയാ ശബരി ശരിയാവുക? അത് പൊളിറ്റിക്കൽ അല്ലേ ആ ചോദ്യം? ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മണിപ്പൂരിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1.5 വർഷമായിട്ടും മണിപ്പൂരിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ട് മറുപടി കിട്ടാത്തപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആ സെറ്റ് ആളുകൾ സമ്മതിക്കുന്നില്ല. സെറ്റ് ഇട്ട് ടെലിപ്രോംപ്റ്റർ ഇന്റർവ്യൂകൾക്ക് മാത്രമേ മോദിയെ കൊണ്ട് പറ്റുന്നുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ശബരി. മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു ഫക്രുദ്ദീൻ. പിന്നീടാണ് മോദിയുടെ കടുത്ത മോദിസ്റ്റായി തന്നെ മാറിയത്. വിമർശിച്ച് കഴിഞ്ഞ് മോദിസ്റ്റാവുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയാണ്. അതുകൊണ്ട് പണ്ട് വിമർശിച്ചുകൊണ്ട് ഫക്രുദ്ദീൻ ഇപ്പം മോദിനെ സ്തുതിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ ശബരി വേറെ പ്രശ്നമുണ്ട്. മോഡി ഞാൻ പറഞ്ഞ ഹിന്ദിയിൽ നല്ല അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ മലയാളം വിമർശിക്കാൻ വേണ്ടി നന്നായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ്. നിങ്ങളിപ്പോൾ മോഡി ഭക്തി എന്ന് പറയുന്ന അയാൾ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി രീതി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ പറയും. അത് നിങ്ങളെ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മോഡി ഭക്തി ഒന്നല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മോഡിക്കെതിരെ പുസ്തകം എഴുതിയാണ് ഇവിടുത്തെ ബെസ്റ്റ് പുസ്തകം ഉണ്ടല്ലോ. അതാണ് ഫക്രുദ്ദീൻ പുസ്തകം എഴുതി നല്ലോണം വിറ്റ് കഴിഞ്ഞു.
ബെസ്റ്റ് സെല്ലറായി. അങ്ങനെ പുസ്തകമൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ മൂപ്പര് ഇപ്പോഴെന്താ ഇപ്പോൾ മോദിനെ സ്തുതിക്കുന്നതിനാണ് മാർക്കറ്റ് എന്ന് മനസ്സിലായി. അങ്ങനെ മോദിനെ സ്തുതിച്ചാൽ എന്താ, ഒരു മോദി ഇഷ്ടന് എന്താ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ട്? എന്നിട്ട് വെറുതെ ശബരിനാഥ് ഓരോന്ന് പറയുന്നു. മോദി ഭക്തനൊന്നല്ല, മൂപ്പര് മോദീൻ്റെ നല്ല ഗുണഗണങ്ങൾ പറയുക, ചാനലുകളിൽ പറയുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ശബരിനാഥ് പറയുന്നത് ശരിയല്ല. മോദി അങ്ങനെയുള്ള ആളൊന്നുമല്ല, ഹിന്ദിയൊക്കെ അറിയുന്ന ആളാണ് കൃത്യമായിട്ട്. അത് ഫക്രുദ്ദീൻ അറിയാം. ഇന്ത്യയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടതാ. അത് ടെലിപ്രോംപ്റ്റർ ഒന്നുമില്ല. ഇപ്പോഴല്ലേ പ്രധാനമന്ത്രി ആയതിനു ശേഷം ടെലിപ്രോംപ്റ്റർ വന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ മീഡിയ ആയിട്ട് മിണ്ടുന്നില്ല. ഇപ്പോൾ മോഡി മീഡിയ ആയിട്ട് മിണ്ടുന്നു. അപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അപ്പൊ ഞാൻ സിന്ധു ശ്രീനിവാസ് ചോദിച്ച ചോദ്യം ഇഷ്ടമുള്ള മീഡിയ ആയിട്ട് മാത്രം കിട്ടുന്നുള്ളൂ. ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ ഇലക്ഷൻ കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷനും ഈ പറഞ്ഞ നാവിക കുമാർ, അർണബ് ഗോസ്വാമി അടക്കമുള്ള ആളുകൾക്കൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ നരേന്ദ്രമോദി കൊടുത്തു. 10 വർഷമായി ഒറ്റ പത്രസമ്മേളനം വിളിക്കാത്ത പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ മൗനിയൻ ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിന്റെ 4 പ്രസ് കോൺഫറൻസ് കൊടുക്കാൻ പറ്റുന്ന പ്രധാനമന്ത്രിയാണ്. ടെലിപ്രോംപ്റ്ററിന്റെ കറണ്ട് പോയാൽ സെറ്റിൽ ആളും കൂടെ ഇല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഭയക്കുന്ന ഒരു തെറ്റുമില്ല. അത് പ്രൂവൺ ഫാക്റ്റാണ്. ഫക്രുദ്ദീൻ ഇത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നത് ശബരിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നോക്ക്, അപ്പുറത്ത് സന്ദീപ് വാര്യരൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ചാനൽ ചർച്ചയ്ക്ക് ഫക്രുദ്ദീൻ ഉണ്ടെങ്കിൽ പിന്നെ BJP-ക്കാർക്ക് പണിയില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ശബരിനാഥ് അങ്ങനെ വിടാൻ വിചാരിച്ചിരുന്നില്ല. മൂപ്പര് പണ്ട് നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ മഹാത്മാഗാന്ധിയെ മോഹൻലാൽ എന്ന് വിളിച്ചില്ലേ, ആ കാര്യം കൂടി എടുത്തിട്ട് കളഞ്ഞു. കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും ഗാന്ധിജിയുടെ ഫുൾ നെയിം പറയും. അപ്പോഴാണ് മോഹൻലാൽ പൂട്ടിയാക്കിയത്. അതെ, BJP-ക്കാർക്ക് ഫക്രുദ്ദീൻ ചർച്ചയിലുണ്ടെങ്കിൽ ഒരു പണിയില്ല. അത് അഭിലാഷ് മോഹന് മനസ്സിലായി. സന്ദീപ് വാര്യർ അവിടെ ഉണ്ട് മറുപടി പറയാൻ. അവിടെ ഇരിക്കുമ്പോൾ ഫക്രുദ്ദീൻ കയറി പറയുന്നത്, കാരണം ആദ്യം പറയാനുള്ള കാര്യം ആദ്യം പറയണം. അതാണ് ഏറ്റവും കൂടുതൽ ഭക്തി. നേരത്തെ ശബരിനാഥ് പറഞ്ഞ കണക്ക് കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. സന്ദീപ് വാര്യർ മൂപ്പര് മെല്ലെ അങ്ങ് ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെന്ന്. കുറേ കാലമായി കഷ്ടപ്പെടുന്നു. ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾ നാളെ യുവരക്തങ്ങൾ ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ ആരെങ്കിലും മോദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നു? അല്ല, ഈ ശബരിക്ക് എന്തിനാ ഇത്ര പ്രശ്നം? ഫക്രുദ്ദീൻ്റെ കാര്യം നിഷ്പക്ഷനായോണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ശബരി എന്തിനാ അതിനെ ഇങ്ങനെ നിരന്തരം എതിർക്കാൻ പോകുന്നത്? ഫക്രുദ്ദീൻ പറഞ്ഞോട്ടെ എന്ന്. മോഹൻലാൽ പറഞ്ഞതല്ലേ, ഇപ്പൊ ഞാൻ തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബരിന്റെ പേര് കിട്ടി. ഇതൊക്കെ സ്വാഭാവികം. അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല, മോദി ഭക്തി ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബരിന്റെ പേര് കിട്ടി. ഇതൊക്കെ സ്വാഭാവികം. അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. അതാണ് ശബരിനാഥിന്റെ പേരിട്ടില്ലേ കുഴപ്പമില്ല. പക്ഷേ ഗാന്ധിജിയുടെ പേര് എന്തായാലും ഫക്രുദ്ദീൻ ചില്ലറ കക്ഷിയല്ല. ഫക്രുദ്ദീൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശബരി ഇനി മോദിനെ കുറിച്ച് വേറെ ഒരു ചാനലിൽ പോയിട്ട് ഇമ്മാതിരി വർത്താനം പറയാൻ പാടില്ല. പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അയ്യോ, ഫക്രുദ്ദീൻ അതുകൊണ്ട് പറഞ്ഞാണ്. ശബരിനാഥനെ പോലുള്ള ഒരു ഗംഭീര നേതാവ് ഇങ്ങനെ മോദിനെ കുറ്റം പറയുന്നത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഗാന്ധിജിയുടെ കാര്യത്തിൽ കൊച്ചുകുട്ടികൾക്ക് നാക്കി വീഴ ഇന്ത്യ സംസ്ഥാനം അല്ലെങ്കിൽ ശബരിനെ കുറിച്ചൊക്കെ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് ശബരി മോദിനെ കുറ്റം പറയുമ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാന പാഠമായി എടുക്കണം. എന്തായാലും ഒരു കാര്യം ഇതുകൊണ്ട് മനസ്സിലായി, ഫക്രുദ്ദീൻ അലിയെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്കൊന്നും ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കലേ രക്ഷയുണ്ടാവും. അതുകൊണ്ട് സന്ദീപ് വാര്യരും സന്ദീപ് വാചസ്പതിയും ഒക്കെ ഇനി ഫക്രുദ്ദീൻ അലിയെ ഇങ്ങനെ അങ്ങ് ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വെറുതെ ഇരിക്കേണ്ടി വരും. ചാനൽ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഫക്രുദ്ദീൻ അലി ഉത്തരം കയറിപ്പോട്ടെ. നന്ദി, നമസ്കാരം.